എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കുറേ കൂടി സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം ലഭിക്കാറില്ല. നമ്മുടെ മനസ്സ് പലപ്പോഴും വളരെ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് എവിടെയാണ് ശാന്തതയും സ്വസ്ഥതയും സമാധാനമൊക്കെ നേടിയെടുക്കാനാവുക അല്ലേ? എന്നാൽ അതിനെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഒക്കെ നമുക്ക് നഷ്ടമാകുന്നത്. ഒന്ന്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ, അണ്ടർ കൺട്രോളിലല്ലാതെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ സ്വസ്ഥത, ശാന്തത നഷ്ടപ്പെടും. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും. ഉദാഹരണത്തിന്, അപ്രതീക്ഷിതമായ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കൺട്രോളിലല്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സാഹചര്യങ്ങളാണ്. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമചിത്തതയോടെ, വളരെ പക്വതയോടെ നമ്മളതിനെ നേരിടുക, കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ്. എന്നാൽ ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി മറ്റ് സാഹചര്യങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഒക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഭൂരിഭാഗം ഉത്തരവാദിയും നമ്മളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ സ്വസ്ഥതയും ശാന്തതയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന 8ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 8 കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയം നമുക്കതിനാവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഓരോ പോയിന്റും ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാനാണ്, ഒരു സീരീസ് പോലെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, ഒരു വീഡിയോയിൽ ഒരുപാട് സമയം കണ്ടിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ല എന്ന ഉത്തമ ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ പോയിന്റും ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്. അത്യാഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചെറിയൊരു വാക്കാണെന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയുള്ള മാനസികാവസ്ഥയുടെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മാത്രവുമല്ല, ഇതൊക്കെ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കും. എന്താണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്? അതിനു മുമ്പ് നമുക്ക് ആഗ്രഹത്തെക്കുറിച്ച് പറയാം അല്ലേ? നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എന്താണ് ആഗ്രഹം എന്ന് പറയുന്നത്? നമ്മുടെ നിലവിലുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട്, അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പക്വതയോടെ നമ്മളൊരു കാര്യം ചെയ്യുകയോ വാങ്ങുകയോ നേടുകയോ ചെയ്യുമ്പോൾ അത് ഒരാഗ്രഹത്തിൻ്റെ പിൻബലത്തിലാണ്. ഉദാഹരണത്തിന്, ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ഫോൺ വാങ്ങുന്നു എന്ന് കരുതുക. നമ്മുടെ കയ്യിൽ ഇത്ര പൈസയുണ്ട്. അപ്പോൾ ഇന്ന രീതിയിലുള്ള ആവശ്യങ്ങളാണ് എനിക്ക് ഫോണുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള, ഇത്ര ബഡ്ജറ്റിലുള്ള, ഇന്ന രീതിയിലുള്ള ഒരു ഫോൺ വാങ്ങണം. അങ്ങനെ നമ്മൾ കടയിൽ പോകുന്നു, ആ രീതിയിലുള്ള ഒരു ഫോൺ വാങ്ങുന്നു. അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ അവസ്ഥ, സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കാര്യം വാങ്ങുന്നു, നേടുന്നു. തീർച്ചയായിട്ടും അത് ജീവിതത്തെ ഒരു തരത്തിലും മോശമായി ബാധിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ എപ്പോഴാണ് അത്യാഗ്രഹമായിട്ട് മാറുന്നത്? അതിന് മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. അതായത്, നമുക്ക് ഒരു കാറില്ല, എന്നാൽ കാറ് വാങ്ങണമെന്നത് നമ്മുടെ ഒരാഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ
ഈ സമയത്ത് നമുക്ക് കാറ് വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് കരുതുക. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാറ് തിരഞ്ഞെടുക്കുന്നു, ഒരു ചെറിയ കാറ്. കാരണം നമ്മുടെ ഒരു ചെറിയൊരു ഫാമിലി ആയിരിക്കും, ഞാനും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ മക്കൾ, അവർക്ക് സ്വസ്ഥമായിട്ട് പോകാനും വരാനും തീർച്ചയായിട്ടും ഒരു കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതൊരാഗ്രഹമാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സൗകര്യാർത്ഥം, അവനവൻ്റെ സൗകര്യാർത്ഥം യാത്ര ചെയ്യാൻ ഒരു അവനവന് പറ്റിയ, അവനവൻ്റെ ബഡ്ജറ്റിന് പറ്റിയ, അവനവൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ആഗ്രഹം തന്നെയാണ്. അങ്ങനെ ഇന്ന് ഒരു കാറ് വാങ്ങിക്കാമെന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിപ്പെടുന്നു. ആ സമയത്താണ് നിങ്ങളുടെ ഒന്നിച്ച് പഠിച്ച ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത അയൽവാസി ഒരു കാറെടുക്കുകയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത വലിയ ഫീച്ചേഴ്സൊക്കെയുള്ള കുറച്ച് വലിപ്പമുള്ള ഒരു കാറ് വാങ്ങിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളുണ്ടാവും. എന്താണെന്നറിയോ? സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന കാറ് അത് അവരെക്കാൾ ചെറുതായി പോകുമല്ലോ എന്ന ഒരു അസ്വസ്ഥത തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അവരുടെ മുന്നിൽ നമ്മൾ ചെറുതായി പോകുമല്ലോ എന്ന ചിന്ത, നമ്മുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമോ എന്ന ചിന്ത, ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മളെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ നിലവിൽ നമ്മളെടുത്ത തീരുമാനം എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ തയ്യാറാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അവരെ പോലത്തെ ഒരു വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ച ഒരു വണ്ടി വാങ്ങാനോ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു എന്ന് കരുതുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുകിൽ അങ്ങനെയുള്ള ഒരു വാഹനം വാങ്ങിക്കുവാനുള്ള സാഹചര്യം നിലവിൽ നമുക്കുണ്ടാവില്ല. അത് നമ്മളെ കൂടുതൽ അസ്വസ്ഥതയിലേക്കും സമ്മർദ്ദങ്ങളിലേക്കും തള്ളിയിടും. നമ്മുടെ സ്വസ്ഥതയും ശാന്തതയും ഒക്കെ നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നു. ഇനി കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് നമുക്ക് അങ്ങനെ ഒരു വാഹനം വാങ്ങിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളതങ്ങനെ വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കും? ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടാവുക. അത് കൃത്യമായിട്ട് അടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു കാറ് വാങ്ങിച്ചിരിക്കുന്നത്. അത് നമുക്ക് സമ്മാനിക്കുന്ന എന്താണ്? അതും നമ്മുടെ ജീവിതത്തിൽ കുറെ മനസ്സമാധാനക്കേടും സ്വസ്ഥത കുറവും ഒക്കെ സമ്മാനിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ, നമ്മുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാതെ, അതിലപ്പുറം ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആഗ്രഹിക്കുകയും നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെല്ലാം അത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ അത്യാഗ്രഹം നമ്മളെ കൂടുതൽ ജീവിതത്തിൽ പരിക്ക് ഏൽപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടാവും. അതായത് തീവ്രമായ ആഗ്രഹവും അത്യാഗ്രഹവും ഒന്ന് തന്നെയല്ലേ എന്ന്? അല്ല, ഒരിക്കലുമല്ല. തീവ്രമായ ആഗ്രഹവും അത്യാഗ്രഹവും രണ്ടും രണ്ടാണ്. തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് വൈകാരികമായ ഒരു മാനസിക അറ്റാച്ച്മെന്റിന്റെ പിൻബലത്തിൽ രൂപപ്പെടുന്ന ഒന്നാണ്. അതോടൊപ്പം അത് ഒരു ലോങ് ടേം വിഷന്റെ പിൻബലമാണ് അതിനുള്ളത്. അതായത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ തീവ്രമായ ആഗ്രഹത്തിലുണ്ടാവുക എന്ന് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്ന് പറയുന്നത് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹമല്ലേ? അത് ഒരു ലോങ് ടേം വിഷനാണ് അല്ലേ? ഇന്ന് എക്സാം എഴുതിയിട്ട് നാളെ തന്നെ ജോലി കിട്ടുന്ന പരിപാടി ഇല്ല. സ്വന്തമായിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അതൊരു ലോങ് ടേം വിഷനാണ് അല്ലേ? തീവ്രമായ ആഗ്രഹം തന്നെ ആയിരിക്കാം. അതിനൊക്കെ യാഥാർത്ഥ്യങ്ങളുമായി തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. ജീവിതത്തിൽ നമ്മളെ അവഗണിച്ച് പോയ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ? ഒറ്റപ്പെടുത്തിയ, കളിയാക്കിയ, നമ്മുടെ മനസ്സിന് മുറിവേൽപ്പിച്ച് കടന്നുപോയ കുറേ ആളുകൾ. ഇവരുടെയൊക്കെ മുന്നിൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ വിജയം കൊണ്ട് മറുപടി നൽകണം എന്ന ഒരാഗ്രഹം തീവ്രമായ ഒരാഗ്രഹമായിരിക്കും അല്ലേ? അതൊരു സുപ്രഭാതം കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല. അതും ഒരു ലോങ് ടേം ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് അതൊക്കെ സാധ്യമാവുന്നത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമുണ്ട്. തീവ്രമായ ആഗ്രഹത്തിനായാലും സാധാരണ നമ്മുടെ ജീവിതത്തിലെ നോർമൽ ആഗ്രഹങ്ങൾക്കായാലും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമുണ്ട്. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലാണ്. എന്നാൽ അത്യാഗ്രഹം അത്ര പ്രാക്ടിക്കൽ അല്ല. അത് നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ, നിലവിലുള്ള അവസ്ഥകൾ മനസ്സിലാക്കാതെ, ആവശ്യങ്ങൾക്കപ്പുറം നമ്മൾ എന്തെങ്കിലും സ്വന്തമാക്കാനോ നേടിയെടുക്കാനോ ചെയ്യാനോ ശ്രമിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? അത്യാഗ്രഹമായി മാറുന്നത്. അത് ജീവിതത്തിൽ
കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് അത്യാഗ്രഹം പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആഗ്രഹങ്ങളും തീവ്രമായ ആഗ്രഹങ്ങളും തന്നെ ആയിരിക്കണം. അതിലപ്പുറം അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊരു ചെറിയ ഒരു ഉദാഹരണത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണ്. നമ്മളൊരു വീട് പണിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് തയ്യാറെടുക്കേണ്ടത്? ആദ്യം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ കൃത്യമായിട്ട് നമ്മൾ അറിയണം. നമ്മുടെ ബഡ്ജറ്റ്, നമുക്ക് എത്രത്തോളം നമ്മുടെ പണം കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് ഏത് പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് വളരെ പ്രോപ്പറായിട്ട് അടക്കാൻ സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വീട് പണി തുടങ്ങണം. അത് ഒരാഗ്രഹമാണ്. ആ ഒരു ആഗ്രഹത്തിന് ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമുണ്ട്. അത് സാധ്യമാവുകയും ചെയ്യും. എന്നാൽ ഇതെപ്പോഴാണ് അത്യാഗ്രഹമായി മാറുന്നത്? നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ. നമുക്ക് ഒരു ചെറിയൊരു കുടുംബമാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളെ അതിലുള്ളൂ, അതിൽ വേണ്ടതുള്ളൂ. എന്നാൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് കുറേ ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ വലിയ വീടുകൾ എടുത്തവരാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ വലിയ വീടുകൾ എടുത്തവരാണ്, നമ്മുടെ സുഹൃത്തുക്കൾ വലിയ വീടുകൾ എടുത്തവരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ വില നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കും വലിയൊരു വീടെടുക്കണമെന്ന് ചിന്തിച്ച് നമ്മുടെ ബഡ്ജറ്റിലും അപ്പുറമുള്ള, നമ്മുടെ ആവശ്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു വീടെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതിനെയാണ് സത്യത്തിൽ അത്യാഗ്രഹം എന്ന് പറയുന്നത്. അത്യാഗ്രഹം എന്ന വാക്കിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട, നമ്മുടെ മനസ്സിൻ്റെ വികലമായ ചിന്തകളുടെ ഒരു അവസ്ഥയാണ് അത്യാഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടല്ല, നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടെ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ എന്ത് കിട്ടും? സന്തോഷവും സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഒക്കെ നമുക്ക് കിട്ടും. അതിലപ്പുറം സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും ആവശ്യങ്ങൾ മനസ്സിലാക്കാതെയും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് എനിക്ക് അവരെ പോലെ ആകണം, അവരെക്കാൾ അപ്പുറം ജീവിതത്തിൽ നേടണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണം എന്ന ചിന്തയോടെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ പരാജയത്തിലേക്ക് തള്ളിയിടും. പക്ഷെ ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, തീവ്രമായ ആഗ്രഹം ജീവിതത്തിന് നല്ലതാണ്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന ഒന്നാണ്. ഒരു ജോലി വേണം, ഒരു മികച്ച ജോലി വേണം, ഒരു സർക്കാർ ജോലി വേണം, സ്വന്തമായ ഒരു ബിസിനസ് വേണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വാഹനം വാങ്ങിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഇനി വലിയ ഒരു വാഹനം വാങ്ങിക്കണമെന്നത് നമ്മുടെ ആഗ്രഹമായിട്ട്, തീവ്രമായ ആഗ്രഹമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു ചെറിയ വാഹനം വാങ്ങിക്കുകയും പിന്നീട് എനിക്കൊരു വലിയ വാഹനം വാങ്ങിക്കണമെന്ന തീവ്രമായ ആഗ്രഹം മനസ്സിൽ വെച്ച് നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാടുകളെ ബിൽഡ് ചെയ്ത് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താനും ജീവിതത്തിൻ്റെ ഭംഗി കൂട്ടാനും സഹായിക്കുന്ന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തീവ്രമായ ആഗ്രഹങ്ങൾ നല്ലതാണ്. പക്ഷേ തീവ്രമായ ആഗ്രഹം എന്നത് അതിനൊരു കാലതാമസമുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന വലിയ ആഗ്രഹങ്ങളാണ് തീവ്രമായ ആഗ്രഹങ്ങൾ. അതിലപ്പുറം ഇപ്പം തന്നെ കാര്യങ്ങൾ എല്ലാവരെക്കാളും അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴും നമുക്ക് പരിക്ക് പറ്റും. കാരണം അത് അത്യാഗ്രഹം എന്ന കാറ്റഗറിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് അത്യാഗ്രഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക. വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോകും. അതിലപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിലേക്ക് മെല്ലെ മെല്ലെ എത്തിപ്പെടാൻ, തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു കാരണം മാത്രമേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അടുത്ത പോയിന്റ് അടുത്ത വീഡിയോയിൽ
നമ്മൾ പറയുന്നതാണ്. അതായത് നമ്മുടെ സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒരു കാരണം നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള കാരണങ്ങൾ അടുത്ത മറ്റ് വീഡിയോകളിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നതാണ്. അതൊക്കെ നിങ്ങൾ കാണുക, കേൾക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവട്ടെ, വലിയ വിജയങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.